നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ഏതോ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പും ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവിടെ നിങ്ങളെടുത്തിരുന്ന ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഇനിയും അത്തരമൊരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതെ ആ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് വളരെയധികം സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിയിലേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനുള്ള ഒരു ആവേശം നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ അല്ലെങ്കിൽ പരാജയങ്ങളുടെയൊക്കെ ആ ഒരു ഭാരം വിട്ടുകളഞ്ഞ് എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് വന്ന് ചേരും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം തോന്നുന്ന തരത്തിലുള്ള ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അവരോട് നിങ്ങളുടെ ഹൃദയം തുറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവരിലൂടെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണ്. അവരിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ പുതിയൊരു സ്നേഹബന്ധം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിലവിലെ നിങ്ങളുടെ ആ ഒരു ബന്ധം കൂടുതൽ ശക്തവും ആഴത്തിലും ആവുന്നതായിരിക്കാം. കൂടാതെ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിൽ സ്നേഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും മറ്റുള്ളവരിൽ നിന്നും സ്നേഹം സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ചില തിരിച്ചറിവുകൾ വന്നു ചേരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ, കൂടാതെ ചില നഷ്ടങ്ങൾ, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ, അപ്പോൾ അവയിലൂടെയൊക്കെ ഇപ്പോൾ പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് പലതും പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ആയിരിക്കരുത്, ഒരു നല്ല മാറ്റം എനിക്ക് വേണം എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശബ്ദത്തെ കേൾക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ ആശങ്കയിലിരിക്കുന്ന, ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നിങ്ങളിൽ നിന്നും പലരും മറച്ചു പിടിച്ചിരിക്കുന്ന ചില സത്യങ്ങൾ, അത് മറവിൽ നിന്നും പുറത്തേക്ക് ഉടനെ തന്നെ വരും എന്നുള്ളതാണ്. അതായത് സത്യം വിജയിക്കാനായിട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ലാത്ത, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഭാഗ്യസമയം തുടങ്ങുകയാണ്. പലതിലും പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട്. സ്റ്റക്കായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും പതുക്കെ നീങ്ങാനായിട്ട്
തുടങ്ങുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വന്ന് ചേരുന്ന മാറ്റങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങളിലുള്ള ഭയത്തെയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പ്രപഞ്ചത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത പോസിറ്റീവായിട്ടുള്ള വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ കഴിവിലും ആത്മവിശ്വാസത്തിലും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഒരു വിശ്വാസം തോന്നുന്ന, അഭിമാനം തോന്നുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന ഒക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഫലം കാണുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. ഈ ഒരു സമയം നിങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വാതിലുകളും പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു സമയം പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളെ. കൂടാതെ ദാനധർമ്മങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. പലതിലും നിങ്ങൾക്കൊരു വിജയം വന്നെത്താൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ പലർക്കും മറ്റു വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഉപദ്രവത്താൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ, കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടാവാം. നിങ്ങളുടെ സത്യം മറ്റുള്ളവർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഒരു വിജയം വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.